നമ്മുടെ യാത്ര തുടങ്ങുകയായി. അപ്പോൾ കൊല്ലം അഷ്ടമുടി കായലിൽ നിന്നും ഒരു യാത്ര ഞാൻ പോവുകയാണ്. അപ്പം എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സാമ്പ്രാണിക്കോടിക്ക്. അപ്പം വളരെ യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു കൊച്ചു സ്ഥലമാണ് സാമ്പ്രാണിക്കോടി. അപ്പം അഷ്ടമുടി കായലിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പം അഷ്ടമുടി കായലിൻ്റെ സൗന്ദര്യവും. ഹായ്, നമസ്കാരം. ഷാജീസ് കൊറിയന്നൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബർ തന്ന ഒരു ഉടുപ്പാണിത്, ഒരു ബനിയൻ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടുക. അപ്പം വിദേശ യാത്രയൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് തന്നതാണ് ഈ ഉടുപ്പ്. അപ്പോൾ എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ആർക്കും കിട്ടിയായിരുന്നു. ബോട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്. ഒരാൾക്ക് ടിക്കറ്റ് 20 രൂപയാണ് ചാർജ്. അപ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബോട്ട് യാത്ര ചെയ്യുന്നത്. ഇതിനു മുമ്പേ ഞാനിങ്ങനെയുള്ള ഗവൺമെൻറ് യാത്രയിൽ യാത്ര ചെയ്തിട്ടേ ഞാനില്ല. വളരെ ചീപ്പായ റേറ്റേ ഉള്ളൂ, ഒരാൾക്ക് 20 രൂപ. അപ്പോൾ ഞാനും തെങ്കാശിക്കാരൻ ഒരാളുണ്ടായിരുന്നു, അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് ആള് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് തെങ്കാശിന്ന് വന്ന്, അതും കുടുംബസമേതം അവരുടെ ബന്ധുക്കൾ സ്വന്തക്കൾ എല്ലാവരും ചേർന്ന് അഷ്ടമുടി വഴിയൊരു യാത്ര. അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാ ബോട്ട് കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 മണിക്കാണ് ഈ ബോട്ട് എടുക്കുന്നത്. 1:30 ആകുമ്പം കടവത്ത് പിടിക്കും, 2 മണിയാകുമ്പം ഈ ബോട്ട് എടുക്കും. അപ്പോൾ ഇതാണ് ബോട്ടിലെ സഹായി. അപ്പോൾ ബോട്ടിന്റെ സൗന്ദര്യം അത്ര പറയാൻ പറ്റത്തില്ല, നമ്മുടെ അല്ലല്ലോ, ഗവൺമെന്റിന്റെ ബോട്ടല്ലേ. അപ്പോൾ ഇവരാണ് സഹായികൾ, 2 പേര്. ഈ അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടനെയാണ് തെങ്കാശിക്കാരൻ. ഇദ്ദേഹത്തിന്റെ പേര് മാരി അപ്പൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ചുവേര് ചോദിച്ചപ്പം പറഞ്ഞത് മറ്റേത് വൈഫ് കുഞ്ഞ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു പ്രധാന കാര്യം, ഈ നിങ്ങൾ ഞങ്ങൾ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാന ഒരു പ്രയോഗമാണ്. അപ്പം ഈ വാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാവരും മാക്സിമം ക്ഷമിക്കുക. അപ്പോൾ ഫേസ്ബുക്ക് വഴി ഒരു സംഭവം ഇട്ടപ്പം എല്ലാവരും എന്നെ തെറിയോട് തെറി. ഗൈസ്, ഇടുമ്പം നല്ല കമൻറ്റുകൾ ഇടുക, ദയവ് ചെയ്ത് തെറി കമൻ്റ് ഒന്നും ഇടരുത്. കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ഒരു ടൂർ പോയതിൻ്റെ ഒരു അന്നത്തെ ഒരു ഓർമ്മ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാഴ്ചകൾ. സാമ്പ്രാണിക്കോടിലെ കാഴ്ച അപ്പോൾ അടുത്ത ബ്ലോഗിലായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പം ബോട്ട് പുറപ്പെടാൻ സമയമായി. സ്രാങ്ക് മണി ഒക്കെ മുഴക്കി തുടങ്ങി. വലിയ ബോട്ട് പുറമോട്ട് ചലിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ, വെള്ളം സൈഡിൽ കൂടെ ചീറ്റുന്നത്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി അത്ര അറിവൊന്നുമില്ല. ഈ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി പറയാൻ അത്ര അറിയത്തില്ല. ഞാൻ ബോട്ട് യാത്ര ചെയ്തിട്ടില്ല. കാരണം എന്താ ചോദിച്ചാൽ വീട്ടിൽ 3 സഹോദരങ്ങളുടെ കീഴിൽ നേർച്ചക്കോഴിയെ പോലെ വളർന്നതാണ്. അതുകൊണ്ട് ദീർഘദൂര യാത്രകളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഞാൻ യാത്രകളൊക്കെ ഇപ്പോഴാണ് ശരിക്കും ആസ്വദിക്കാൻ തുടങ്ങിയത്. പുറകിൽ മുണ്ടി, അതായത് കണ്ടത്ത് മുണ്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അത് പെരിയ വരുന്നുണ്ട് കാഴ്ചകൾ. അപ്പോൾ സൈഡിലൊക്കെ ഈ ബോട്ട് പോകുമ്പം വെള്ളം ഇങ്ങനെ പൊങ്ങുമ്പം മീൻ മേളോട്ട് കിളരും. അതിനെ പിടിക്കാൻ വേണ്ടിയാണ് വരുന്നത്. നീർനായ, അങ്ങനെ കുറച്ച് പക്ഷികൾ വരുന്നുണ്ടായിരുന്നു. എന്തോ ഭംഗിയാണെന്നറിയാം ഗായ്സ്. ഈ അഷ്ടമുടി കായലിലൂടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇത്രയും മനോഹരമായുള്ള നല്ലൊരു യാത്രയാണെന്ന് ഞാൻ മനസ്സുകൊണ്ട് അത്ര അങ്ങോട്ട് ആസ്വദിച്ച് വരുമായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടുതൽ സംസാരമൊക്കെ കുറച്ച് അപ്പോൾ യാത്ര എല്ലാവരും ആസ്വദിച്ചത് താഴെ നമ്മുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇത് ബോട്ട് പോകുമ്പോൾ പുറകെ നിന്നുള്ള വ്യൂവാണ് ഇത് കാഴ്ച. അപ്പോൾ മീനിങ്ങനെ മേളോട്ട് പൊങ്ങിക്കഴിയുമ്പോൾ സൈഡിൽ കൂടെ ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചു കണ്ട മീനിങ്ങനെ ഓടി വരും ബോട്ടിൻ്റെ പുറകെ. അപ്പോൾ ഇവർ ഈ
മീനെ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നത് ഈ കണ്ടത്തുമുണ്ടി എന്ന് പറയും. മറ്റേത് നീർക്കാക്ക, നമ്മുടെ നാട്ടിൽ പറയുന്ന നീർക്കാക്ക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താന്ന് താഴെ കമന്റ് ബോക്സിൽ പറയുക. ഈ ബോട്ട് പോകുമ്പം അക്കരക്കര ഇക്കരക്കര എന്ന് ഓടിച്ചോണ്ടാണ് ആൾക്കാരെ എല്ലാം കയറ്റി ഇറങ്ങിക്കൊണ്ടാണ് യാത്ര. ഇടയ്ക്കൊക്കെ ചപ്പും ചവറും ഒക്കെ ഉണ്ട് സൈഡിൽ നോക്കിക്കേ. അപ്പോൾ ഓരോരുത്തരൊക്കെ സഞ്ചാരികളൊക്കെ ഇടുന്നതായിരിക്കാം ഈ വേസ്റ്റൊക്കെ. അപ്പോൾ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ് കാഴ്ച. ചില സമയങ്ങളിൽ ചെറിയ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടാവാം. കായലോരമൊക്കെ അല്ലേ. അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഈ സാമ്പ്രാണിക്കോടിയിൽ കല്ലുമ്മക്കായും കപ്പയും സലാഡും. എന്താ രുചി. അത് ഒരാളുടെ വ്ലോഗ് കണ്ടിട്ടാണ് ഞാൻ പോയത്. ആ കല്ലുമ്മക്കായുടെയും കപ്പയുടെയും ഇതിൻ്റെ ആ ടേസ്റ്റ് എന്താ. നാവിലൂടെ കപ്പലോടും. 150 രൂപ കൊടുത്താലെന്താ. നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു സംഭവം. ബോട്ടങ്ങനെ ബ്രിഡ്ജിന്റെ സൈഡ് വഴിയാണ് പാലത്തിനകത്തൂടെ അത് പോകുന്നത്. അപ്പൊ സൈഡിലൊക്കെ പ്രത്യേക മരങ്ങളൊക്കെ ഉണ്ട്. ഒരു വീട്, പള്ളി, മുകളിൽ കൂടെ ഒക്കെ ബസ്സൊക്കെ പോകുന്നത് പ്രത്യേകം കാണാമായിരുന്നു. അപ്പം അടുത്ത് സൂൺ ചെയ്യണ്ടായിരുന്നു. നമ്മുടെ ഡ്രോൺ ക്യാമറ ഞാൻ എടുക്കാനങ്ങ് വിട്ടുപോയി. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ഡ്രോൺ ക്യാമറ അലോഡല്ല. DJ-യുടെ ഡ്രോൺ ക്യാമറ ഒരെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പോയപ്പം ഇപ്പൊക്കെ പഠിക്കുകയൊക്കെ കഴിഞ്ഞു. അത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആകാശ വ്യൂ പൊളിച്ചേനെ. നമ്മുടെ കൊക്ക് സൈഡിലോട്ട് വന്നിരിക്കുക. എന്തുകൊണ്ട് കാഴ്ച നോക്കിയേ, സൂപ്പറല്ലേ. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഒരു വള്ളത്തിന്റെ മാതൃകയിലാണ് ഇത് പണിതേക്കുന്നത്. അപ്പോൾ സഞ്ചാരികളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. കുറെ റിസോർട്ടോ എന്തുണ്ട് സംഭവമാണെന്ന് തോന്നുന്നു. ഒരു കഫേയാട്ടോ ഇത്. കഫേയാണ് സംഭവം. ഇത് ബോട്ടിന്റെ അരികിലൂടെ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മത്സ്യബന്ധന ബോട്ടുകൾ അതും ഇങ്ങനെ പെരിയ പോവും. അപ്പോൾ ഇത്ര അടുത്ത് മത്സ്യബന്ധന ബോട്ട് കാണുന്ന ഇവിടെ വെച്ച.
12 മാസം കടലിൽ കിടക്കുന്നതാന്ന് തോന്നുന്നല്ലേ? 12 മാസം കടലിൽ കിടക്കുന്നതാന്ന് തോന്നുന്നു. ചെറുതൊന്നുമല്ല, വലുതായി. ബോട്ട് അങ്ങനെ സാമ്പ്രാണിക്കോടി ജെട്ടിയിലേക്ക് അടുക്കാൻ പോകുകയാണ്. അധികം ദൂരമില്ല, അക്കരെ ഇക്കരെ വരുമ്പോൾ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഞാൻ ഒരാളേ ഉള്ളൂ, എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ബോട്ടിൽ അത് 7 പേർക്കാണ്, ഏറ്റവും പുറയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി സാമ്പ്രാണിക്കോടിയിലെ കാഴ്ചകളായിരിക്കും ഇനി അടുത്ത വരുന്നത്. അത് നല്ല ബോട്ട് യാത്ര മാത്രമല്ല, അവിടുത്തെ നല്ല കാഴ്ചകൾ മാത്രമാണ് ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, ശുഭരാത്രി. ഗൈസ്, ഞാൻ 2-ാം തീയതി എടുത്ത വീഡിയോയാണ് ഈ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.